ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ സാരി വെച്ചിട്ട് ഒരു കഫ്താനാണ് ചെയ്തെടുക്കാൻ പോണത്. ഉടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ള സാരിയൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിതേ അടിപൊളിയായിട്ടുള്ള കഫ്താൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഫ്താൻ ചെയ്യാനായിട്ട് ഇതേപോലത്തെ സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാരി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് വെക്കാതെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നെഴലടിക്കേ, അപ്പോൾ നെഴലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറുതായിട്ട് പ്രിൻ്റൊക്കെ വരുന്ന സാരി എടുക്കുകയാണെങ്കിൽ കഫ്താൻ തയ്ച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് ഇതുപോലെ രണ്ട് സൈഡ് ഭാഗത്തേക്കാണ് കേട്ടോ വരാം. അപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ടേ അളവിനുള്ള ഒരു കഫ്താൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നിട്ടും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാനുള്ളത്. നമുക്ക് അളവ് തന്നതിൻ്റെ കൈ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് കയ്യിറക്ക് കൂട്ടിയിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ കയ്യിറക്ക് എങ്ങനെ കൂട്ടിയെടുക്കാമെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ മേൽഭാഗത്ത് ആ ഒരു മുന്താണി ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി താഴോട്ടുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ തയ്ക്കാനായിട്ട് എടുക്കുന്നത്. കഫ്താൻ കട്ട് ചെയ്യാനായിട്ടേ ഇത് മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ആദ്യം നേരെ മടക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം അതിനെ നടുമടക്കി ഇടണം. അതായത് നമ്മൾ ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ നാലാക്കി മടക്കിയിടില്ലേ, അതായത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് രണ്ട് മടക്കും, മേൽഭാഗം ഇതുപോലെ ഓപ്പൺ അല്ലാതെയും ഓപ്പോസിറ്റ് ഭാഗത്ത് 4 പീസായിട്ട് നമുക്ക് കാണാൻ പറ്റണ രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ കഫ്താൻ കട്ട് ചെയ്യാനായിട്ട് ഇടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് ആദ്യം നമ്മൾക്ക് മാർക്ക് ചെയ്യാനുള്ളത് കഴുത്തിൻ്റെ വികാസവും അതുപോലെ തന്നെ അതിൻ്റെ ഇറക്കാണ് കേട്ടോ. കഴുത്തിൻ്റെ വികാസം എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അതായത് കഴുത്തിൻ്റെ വീതിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. താഴോട്ടുള്ള ഇറക്ക്, അതായത് ഫ്രണ്ട് കഴുത്തിൻ്റെ താഴോട്ടുള്ള ഇറക്ക് നമ്മളിവിടെ 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് കഴുത്തിന് 3 ഇഞ്ചാണ് കേട്ടോ ഇറക്കെടുക്കുന്നത്. കഫ്താൻ്റെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമ്മൾ ആദ്യത്തെ ആ ഒരു മേൽഭാഗത്തുള്ള പീസിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് കഴുത്ത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കഴുത്ത് ഞാനിവിടെ ഒരു വി കഴുത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കഴുത്തുകൾ കട്ട് ചെയ്യുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയും കൂടിയിട്ടാണ് കേട്ടോ ഇതുപോലെ. അളവിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കഫ്താന് ഇതേപോലെ നടുമടക്കിയിട്ട് തുണിയുടെ മേൽഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം വരെ നമ്മളിതേ ഇതേപോലെ തന്നെ ഒപ്പം വെച്ചിട്ടുണ്ട്. അളവ് തന്നിട്ടുള്ള കഫ്താൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു ഷേപ്പിൽ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതും കട്ട് ചെയ്ത് തയ്ക്കുന്നത്. അളവ് തന്നിട്ടുള്ള കഫ്താൻ്റെ സൈഡ് ഭാഗമൊക്കെ കുറവാണ് കേട്ടോ വരുന്നത്. അപ്പം അതിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു വശത്ത്. അതായത് സാധാരണ കഫ്താൻ്റെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം തൊട്ട് താഴോട്ടാണല്ലോ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ചെയ്യാറ്. കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്പ്പ് വരാറില്ല. അപ്പോൾ ഇത് ലൂസായിട്ട് എടുക്കുമ്പോൾ കൈ പൊക്കുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണുന്ന കാരണം കൈയിൻ്റെ പോലെ തന്നെ അവിടെ നിന്നേ മുതൽ സ്റ്റിച്ച് ഷേപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് ഈ ഒരു കഫ്താനിൽ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കാനുള്ളത്. പക്ഷെ അതിൽ ഇറക്ക് കൂട്ടിയെടുക്കണം. അപ്പോൾ ഇറക്ക് കൂട്ടാനായിട്ടാണ് ഞാൻ ആ സൈഡിലേക്ക് വരച്ചിട്ടിട്ടുള്ളത്. അളവ് തന്നിട്ടുള്ള കഫ്താൻ്റെ കൈയിൻ്റെ ഇറക്കിനേക്കാളും നമ്മൾ കൂട്ടിയെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴോട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് മുഴുവനായിട്ടും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ താഴ്വശത്ത് വരുമ്പോഴേ ഏറ്റവും അവസാനം ആ ഒരു ഭാഗം വരുമ്പോൾ അവിടെ നിന്ന് അടിച്ച് നിർത്താണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ വെറുതെ ഓപ്പൺ ആയിട്ട് ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കഫ്താൻ ഇടുമ്പോൾ താഴെ പാൻറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗം വരെയാണ് കേട്ടോ കയ്യിൻ്റെ ഇറക്ക് നമ്മൾ എടുക്കുന്നത്. പിന്നെ കയ്യിൻ്റെ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതായത് കയ്യിൻ്റെ വണ്ണം ആ ഒരു ഭാഗത്ത് നിന്നിട്ട് വീതി കൂടിയ ഭാഗത്ത് നിന്നിട്ട് വീതി കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ കഫ്താൻ ചെയ്യുമ്പോൾ ആ ഒരു കയ്യിൻ്റെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഭാഗമൊക്കെ ആയാലും നേരെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് അധികം വീതി വേണ്ടാന്ന് പറഞ്ഞ കാരണം നമുക്കിത് കുറച്ചെടുക്കണം കേട്ടോ. കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക്
നേരെ തന്നെയാണ് കേട്ടോ സാധാരണ കഫ്താന് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് കൈയിൻ്റെ ഭാഗത്ത് നമുക്ക് വീതി കൂടുതലും താഴോട്ട് വീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 8 ഇഞ്ചിൻ്റെ ഭാഗത്ത് നിന്നിട്ട് കുറച്ച് ഭാഗം നേരെ വരയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഒരു സ്കെയിൽ ഒന്ന് പതുക്കെ താഴ്ഭാഗത്തേക്ക് വരയ്ക്കും തോറും ഒന്ന് ചെരിച്ച് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. അളവ് തന്നിട്ടുള്ള കഫ്താൻ്റെ ഒരു പകുതി ഭാഗം തൊട്ടിട്ട് ആ ഒരു ഭാഗം തുണീനെ കറക്റ്റാക്കി വെച്ചിട്ട് അവിടെ നിന്നിട്ട് ഞാൻ മേൽഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്ക് വന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ കേട്ടോ കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഒന്നും കൂടി കട്ടിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണേ വരാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം വീതി കൂടുതലും കുറച്ച് താഴ്ഭാഗത്തേക്ക് ഈ ഒരു കഫ്താൻ്റെ കറക്റ്റ് ആ ഒരു വണ്ണത്തിൽ കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ താഴ്ഭാഗം നമ്മളിതേ ഇതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒപ്പൊന്ന് പിടിക്കുക കേട്ടോ. ഇത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ തയ്ക്കുന്ന കഫ്താനും കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോഴേ കുറച്ച് ചുളിവുകൾ വരും കേട്ടോ. ഈ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അധികം നേരെ നമ്മൾ ഉള്ള കഫ്താനാണെങ്കിൽ സൈഡ് തയ്ക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണേ. പിന്നെ ദേ കണ്ടോ മേൽഭാഗത്ത് നിന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ദേ പകുതി വരെയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് പാൻറ്റൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെയുള്ള കഫ്താൻ തയ്ക്കുകയാണെങ്കിൽ. നമ്മുടെ കഫ്താൻ്റെ അളവുകളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് കഴുത്ത് ദേ ഫ്രണ്ട് ഭാഗം അതായത് താഴ്ഭാഗം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് റൗണ്ട് കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് വി കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ഭാഗത്ത് തട്ടാതെ ആ ഫ്രണ്ട് ഭാഗത്തെ പീസിൽ മാത്രം ആയിട്ടാണ് കേട്ടോ അതുപോലെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കഴുത്തുകളും കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ തയ്ക്കുമ്പോഴേ ഷോൾഡറിൻ്റെ ഭാഗത്ത് വേറെ നമ്മൾ കട്ടിംഗ് ഒന്നും വരാത്ത കാരണം രണ്ട് വശം കൂടി ഒരുമിച്ചാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതേ കൈയിൻ്റെ ആ ഒരു തുമ്പ് വശത്ത് കൂടുതലായി നിൽക്കുന്ന ഒരു തുണി ഉണ്ടല്ലോ അതിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ താഴ്ഭാഗത്ത് നിന്നും കൂടിയിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കഫ്താൻ്റെ കംപ്ലീറ്റ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മേൽഭാഗത്തെ തുണിയിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തെ തുണിയിലേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ആദ്യത്തെ ആ ഒരു തുണീനെ ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് താഴ്ഭാഗത്തുള്ള തുണിയിലും കൂടിയിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആദ്യം ഒന്ന് ആ ഒരു ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ചോക്ക് വെച്ചിട്ട് ഒന്നും കൂടി നന്നായി കടിപ്പിച്ച് വരച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് തയ്ക്കുമ്പോഴേ കറക്റ്റായിട്ട് അത് മാഞ്ഞു പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണേ. ഇപ്പം നമ്മൾ നല്ല ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഇതുപോലെ വരച്ചെടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ തുണിയിൽ പൊട്ട ഭാഗത്താണല്ലോ നമ്മൾ വരയ്ക്കാറ്. പക്ഷേ ഇതിൻ്റെ നല്ല വശത്ത് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കേണ്ടത്. കഫ്താൻ്റെ കഴുത്ത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വൃത്തിയിൽ കിട്ടുക ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ക്യാൻവാസ് എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ആ തുണിയുടെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു കഴുത്തുണ്ടല്ലോ ബാക്കും ഫ്രണ്ടും വെട്ടിയ ഭാഗം ക്യാൻവാസിൻ്റെ മേലേക്ക് നിർത്തി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ആ ഒരു കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യുക കേട്ടോ. കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ ഇങ്ങനെ കുറച്ചും കൂടി ഉൾഭാഗത്തേക്കായിട്ട് മാർക്ക് ചെയ്യാണ്ട് തുണിയുടെ ഉള്ളിലേക്കായിട്ട് കുറച്ചും കൂടി നീക്കി മാർക്ക് ചെയ്യുക കേട്ടോ. തുണി ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴേ കുറച്ച് വലിച്ചലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാൻവാസിൽ കട്ട് ചെയ്ത കഴുത്ത് ചെറുതും നമ്മുടെ തുണിയുടെ ആ ഒരു അളവ് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ആ ഒരു നമ്മളിപ്പോൾ കഴുത്ത് മാർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ശകലം ഇത്തിരിയും കൂടി കൂടുതലാക്കിയിട്ട് കഴുത്ത് കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തേക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ നമുക്കിങ്ങനെ കൂടുതലായിട്ട് ഇതേ അളവിൽ തന്നെ നമുക്കിങ്ങനെ വരയ്ക്കാം കേട്ടോ. ആ ഒരു ഷേപ്പിൽ വരച്ചിട്ട് ആ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ക്യാൻവാസിൻ്റെ സൈഡ് ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഉൾഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗവും നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 പീസ് തുണി എടുത്തിട്ട് ആ തുണിയുടെ മേൽഭാഗത്ത് ഇതുപോലെ ക്യാൻവാസ് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തു കൂടെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. തയ്ച്ചെടുത്തിട്ട് ബാക്കി നിൽക്കുന്ന തുണീനെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതേ ആ ഒരു സൈഡ് ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക. കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത ക്യാൻവാസ് അല്ല കേട്ടോ നമ്മളിപ്പോൾ തയ്ക്കുമ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ കാണാതായപ്പോൾ ഞാൻ രണ്ടാമത് വേറെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻവാസ് നമ്മുടെ ഡ്രസ്സിന് ലൈനിങ് ഇല്ലാത്ത കാരണം നേളടിക്കേ. അപ്പോൾ അത് മറച്ചിടണം കേട്ടോ. മറച്ചിടുമ്പോൾ സെൻറ്റർ ഭാഗത്ത്, അതായത് ഒരു പീസിലൊന്ന് വെട്ടിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് മറച്ചിടാം കേട്ടോ. മറച്ചിട്ടതിന് ശേഷം നന്നായി തേക്കണമെങ്കിൽ തേച്ചെടുക്കാം നമുക്ക്, ഇല്ലെങ്കിൽ ഇതേപോലെ സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോണതേ ഉൾവശത്തെ തുണി ഞാൻ വെട്ടിക്കളയുന്നുണ്ടേ. അപ്പം നമുക്കത് നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ ആ ഒരു ക്യാൻവാസ് നിൽക്കുന്നത്. അപ്പം ക്യാൻവാസിൻ്റെ ഒപ്പം വെച്ചിട്ട് തുണി കട്ട് ചെയ്യാതെ തുണി ഒരു 1/4 ഇഞ്ചോളം ഉള്ളിലേക്ക് തുണി നിർത്തിയിട്ട് ആ ഒരു തുണിയുടെ ഭാഗത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസുമ്പോൾ തയ്ക്കുമ്പോൾ മറച്ചിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ ക്യാൻവാസും കുറച്ച് ഭാഗം തുണിയിൽ നിൽക്കണം. അപ്പോൾ ആ തുണിയുടെ ഭാഗത്താണ് കേട്ടോ നമ്മൾ തയ്പ്പ് പോവേണ്ടത്. ക്യാൻവാസ് ഞാൻ താഴ്ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ കഫ്താൻ്റെ ഭാഗം മേൽഭാഗത്ത് വെച്ചിട്ടുണ്ട്. കഫ്താൻ്റെ അപ്പോൾ നല്ല വശവും ഈ ഒരു ക്യാൻവാസിൻ്റെ ഭാഗവും ഒരു മുഖാമുഖമാണ് കേട്ടോ വരേണ്ടത്. അതായത് കഫ്താൻ്റെ നല്ല വശത്ത് നമ്മൾ തയ്ച്ചിട്ട് ചീത്തവശത്തേക്ക് ഇത് മറിച്ചിടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു തുണിയുമ കൂടെ തന്നെ വെച്ചിട്ട് വേണേ തയ്ക്കാൻ. ക്യാൻവാസുമ്മ തട്ടാതെ തയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറച്ചിട്ട് കഴിയുമ്പോൾ കഴുത്ത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ക്യാൻവാസിൽ തട്ടാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ആ ഒരു കഴുത്ത് മറയ്ക്കുമ്പോൾ അവിടെ ഭയങ്കര കട്ടിയും അത് കുറച്ച് വടിയായിട്ട് നിൽക്കുക ആ ഒരു ഭാഗം. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതേ ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം ഉള്ളിലേക്ക് തുണി നിൽക്കുന്നുണ്ടല്ലോ, അതും വെച്ചിട്ട് നമുക്കൊന്ന് ആ ഒരു ഭാഗത്ത് ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെ പതിച്ച് തയ്ച്ചെടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലേ ആ ഒരു ഭാഗം നല്ല ഇതിൽ തന്നെ നിൽക്കും ചെയ്യും, പെട്ടെന്ന് തന്നെ വിട്ടുപോരേ ഒന്നും ചെയ്യില്ല. അതിന് ശേഷം നമ്മുടെ ആ ഒരു കഴുത്തിനതേ ഉൾഭാഗത്തേക്ക് മറച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് മെഷീനിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. കൂടുതൽ നല്ലത് ആ ഒരു ഭാഗം ഹെമ്മിങ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഹെമ്മിങ് ചെയ്തെടുക്കാനാണ്. ഇനി നമ്മുടെ കഫ്താൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ നീളത്തിൽ നമ്മൾ സാധാരണ ചെറുതായിട്ട് അരികു ഭാഗം മടക്കി തയ്ക്കില്ലേ, അതുപോലെ മൊത്തം ഭാഗം മടക്കി തയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്ത് തന്നെ വന്നിട്ട് അവസാനിച്ചോളും കേട്ടോ മൊത്തം തയ്ച്ച് കഴിയുമ്പോൾ. അപ്പം അങ്ങനെ തയ്ക്കുക. അപ്പം ഞാനിവിടെ എല്ലാ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം, അതായത് നല്ല വശം കറക്റ്റായിട്ട് വെച്ചിട്ട് കൈയിൻ്റെ ഒരു ഭാഗം 8 ഇഞ്ചോളം വണ്ണം മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് നമ്മൾ നേരത്തെ വരച്ചല്ലോ ആ ഒരു ഭാഗത്തൂടെ തയ്ച്ചെടുക്കാം. കൈയിൻ്റെ ആ ഒരു തുമ്പുവശത്ത് നമ്മൾ ഒരു വട്ടം കെട്ടിടാം കേട്ടോ. കെട്ടിട്ടിട്ട് ചെറിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് സ്റ്റിച്ചൊന്നും നമ്മൾ ചെയ്യില്ല കേട്ടോ, ഒറ്റ വട്ടാണ് തയ്ക്കുന്നത്. ഇനി തയ്ച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ സ്ലിറ്റ് പോലെ കൊടുക്കാനായിട്ട്, അപ്പോൾ ആ ഒരു ഭാഗം വരെ തയ്ച്ച് അവിടെ വെച്ച് കെട്ടിട്ടിട്ടാണ് ഉരിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കഫ്താൻ്റെ കംപ്ലീറ്റ് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുത്ത് ഹെമ്മിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ നൂല് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ സൂചിയിൽ കോർത്തെടുത്തിട്ട് നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇനി ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ 2-3 വട്ടം കോർത്തിട്ട് സൂചി വലിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്ത് കഴിയും കേട്ടോ നമ്മുടെ വേഗം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മുഴുവനായിട്ടും ബാക്കും ഫ്രണ്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഹെമ്മിങ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വശത്ത് ഇതേപോലെ ചെറുതായിട്ടാണേ കാണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കഫ്താൻ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രത്തോളം ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.